നമസ്കാരം. കഴിഞ്ഞ ദിവസം ഭാർഗവറാമിന്റെ ആത്മീയാചാര്യനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ സന്യാസിയുമായ ബ്രഹ്മചാരി ഭാർഗവറാമിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒരാളെ ഷെയർ ചെയ്തതാണ്. ആ പോസ്റ്റിൽ പറയുന്നു, മംഗളം കേട്ടത് മറ്റുള്ളവർ കേൾക്കാതെ പോയത് എന്തേ? മംഗളം എന്ന മാധ്യമത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ ചില ചീഞ്ഞാറിയ കളികളുണ്ടല്ലോ, അതൊക്കെ തന്നെ നമ്മൾ ചർച്ചയായിരുന്നു, വാർത്തയായിരുന്നു. തത്വമയും അത് സംബന്ധിച്ച് വാർത്തകൾ നൽകിയിരുന്നു. ഇവിടെ മാപ്രകൾ അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകർ മനഃപൂർവ്വം ഈ ഒരു പ്രശ്നം വിവാദമാക്കുകയും മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന എടുത്ത് ട്രോളൊക്കെ എടുത്ത് വലിയ വാർത്തയായി നൽകുകയും അതുപോലൊക്കെ ചെയ്തത് കണ്ടു. ഇപ്പോൾ ഭാർഗവറാമിന്റെ പോസ്റ്റിൽ പറയുന്നു, വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിനെ സംബന്ധിച്ച വിവാദം അവസാനിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം, ക്രെഡിറ്റ് തർക്കം തൊട്ട് BJP അധ്യക്ഷൻ നേരത്തെ എത്തി വേദിയിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന ആരോപണത്തിൽ വരെ ലഹള മുക്കുകയാണ് അഥവാ മൂപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. സത്യം അത് തന്നെയാണ് ചെയ്തത്. ചടങ്ങിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതിനും ട്രോളിന് ഇരയാക്കപ്പെട്ടതും ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. ഈ ട്രോളുകൾക്ക് പിന്നിലും രാഷ്ട്രീയ എതിരാളികളെക്കാൾ ഉത്സാഹിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. ജനവും ജന്മഭൂമിയും ഒഴികെ മിക്കവാറും മുഖ്യധാരകളെല്ലാം ഇതിൽ ഒളിഞ്ഞും തെളിഞ്ഞും അണിചേർന്നു. എന്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് പോലും ട്രോൾ ഒരുക്കുന്നതിലും പ്രൊമോട്ട് ചെയ്യുന്നതിലും മാറി നിന്നില്ല. രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാൻ കൂടിയാണ്. പക്ഷേ തത്വമായി സത്യസന്ധമായ കാര്യങ്ങൾ വാർത്തയായി തന്നെ നൽകി എന്ന് ഭാർഗവറാംജിയോട് ഒന്ന് പറയുന്നു. അങ്ങ് കണ്ടു കാണുമായിരിക്കും. എന്നാൽ ജനവും ജന്മഭൂമിയും അല്ലാത്ത ഒരു മാധ്യമം മംഗളവും ഈ ട്രോൾ പ്രൊമോഷനിൽ പങ്കാളിയായില്ല എന്നാണ് മനസ്സിലാകുന്നത്. മംഗളം ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തില്ല എന്ന് മാത്രമല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തത്തക്ക മട്ടിലുള്ള മോദിജിയുമായുള്ള ഇടപെടൽ നന്നായി അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മോദിജിയുടെ സ്നേഹവാത്സല്യങ്ങൾ അതേ രീതിയിൽ ഒപ്പി അവതരിപ്പിക്കുക മാത്രമല്ല, കേസെ ഹോ അധ്യക്ഷ് ജി എന്ന കുശലാന്വേഷണം ശ്രദ്ധയോടെ കേട്ട് ഗൗരവത്തോടെ തലക്കെട്ട് ചേർത്തും മംഗളം മാന്യത പാലിച്ചു. കേസെ ഹോ അധ്യക്ഷ് ജി എന്ന കുശലാന്വേഷണത്തിന്റെ മാനങ്ങൾ അറിയാവുന്നത് കൊണ്ടുകൂടിയാണല്ലോ രാജീവ് ചന്ദ്രശേഖറിനെ ട്രോളി ഒതുക്കാൻ ചിലർ ഗൂഢാലോചന നടത്തിയത് എന്നും ഭാർഗവറാം ചോദിക്കുന്നു. ഈ കേസെ ഹോ അധ്യക്ഷ് ജി എന്ന കുശലാന്വേഷണം മംഗളം ഒഴിച്ച് മറ്റാരെങ്കിലും റിപ്പോർട്ട് ചെയ്തു? മംഗളത്തിന് കേൾക്കാൻ കഴിയുന്ന കുശലാന്വേഷണം മറ്റാർക്കും കേൾക്കാൻ ചെവിയില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? മംഗളത്തിന് പകരം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ സ്ഥാപന ഉടമയ്ക്ക് കൊടുക്കുന്ന ബൂസ്റ്റിംഗ് എന്ന ആരോപണം കൊണ്ടുവന്നേനെ. ജനമോ ജന്മഭൂമിയോ ആയിരുന്നു എങ്കിൽ രാജീവ് ജിക്ക് ഹൈപ്പ് കൊടുക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ ഉണ്ടാക്കി എന്ന് ആരോപിക്കപ്പെടുമായിരുന്നു. മനസ്സിലാക്കിയിടത്തോളം മംഗളവും രാജീവ് ചന്ദ്രശേഖറുമായോ BJP എന്ന പാർട്ടിയുമായോ പ്രത്യേകിച്ച് ഉടമസ്ഥതാ ബന്ധമോ നാളബന്ധമോ ഒന്നുമില്ലല്ലോ. മംഗളത്തിന് കേൾക്കാൻ കഴിയുന്ന കുശലാന്വേഷണം മറ്റാർക്കും കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മറുപടി പറയേണ്ടതുണ്ട് എന്ന് ഭാർഗവറാം പറയുന്നു. ഇടയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കപ്പെടുമെങ്കിലും പൊതുവെ പിണറായി മഹത്വമൊഴിച്ച് എല്ലാത്തിനെയും തിരസ്കരിക്കാൻ പോകുന്ന മുൻവിധികളുമായിട്ടാണ് മാധ്യമങ്ങൾ വിഴിഞ്ഞം അനുബന്ധ കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തത് എന്ന് തന്നെ ബോധ്യപ്പെടുന്നു എന്ന് ഡോക്ടർ ഭാർഗവറാം പറയുന്നു. കേസെ ഹോ അധ്യക്ഷ് ജി ആദ്യ ദിനം ചോദ്യം, രണ്ടാം ദിനം തോളിൽ തട്ടി അഭിനന്ദനം എന്ന മംഗളത്തിലെ ഓൺലൈൻ വാർത്തയുടെ തലക്കെട്ടിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മാധ്യമ ധർമ്മം എന്താണ്, ആ മാധ്യമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? സത്യസന്ധമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, ജനങ്ങൾ അത് വായിക്കും എന്ന അല്ലെങ്കിൽ വായിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അത് വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്യുക, വളരെ വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്യുക, എങ്കിലും സത്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് കേസെ ഹോ അധ്യക്ഷ് ജി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിച്ച കാര്യമാണ്. തോളിൽ തട്ടി അഭിനന്ദിച്ചത് എല്ലാവരും കണ്ടതുമാണ്, വിഷ്വലൊക്കെ കണ്ടതുമാണ്. എന്നിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാതെ കേരളത്തിന്റെ പുതിയ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ആ ജസ്റ്ററുകൾ, ആ പെരുമാറ്റങ്ങളൊക്കെ തന്നെ അത് വളരെ പ്രത്യേകതയാർന്നതായിരുന്നു. അത് അതിമനോഹരമായി മംഗളം അത് റിപ്പോർട്ട് ചെയ്തു എന്ന കാര്യമാണ് ഡോക്ടർ ഭാർഗവറാം ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അത്രയും ഒന്നും പോയില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ജനമോ ജന്മഭൂമിയോ തത്വമയോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായി ബൂസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞേനെ. ഇതിപ്പോൾ മംഗളം ചെയ്തതുകൊണ്ട്, മംഗളം ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള പഴയ ഒരു പത്രമായതുകൊണ്ട് മംഗളം ചെയ്ത കാര്യങ്ങളെ ട്രോളാനോ അല്ലെങ്കിൽ മംഗളം ചെയ്ത കാര്യങ്ങളെ പരിഹസിക്കാനോ ആരും മുതിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ചെയ്തതെങ്കിൽ മുതലാളിക്ക് ഹൈപ്പ് ഉണ്ടാക്കാനാണ് എന്നും വേണമെങ്കിൽ വരുത്തി തീർക്കാം. അപ്പൊ മാധ്യമധർമ്മം എന്നത് യഥാർത്ഥ രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുക, ജനഹിതമായി പ്രവർത്തിക്കുക, ശരിയായ രീതിയിൽ ഒരു പദ്ധതിയെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും വാർത്ത റിപ്പോർട്ട് ചെയ്യുക, കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതിന്റെ നല്ല വശങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ നൽകുക എന്നുള്ളതാണ് ഒരു മാധ്യമം ചെയ്യേണ്ട ധർമ്മം, മാധ്യമം ചെയ്യേണ്ട രീതി. അത് വിട്ട് ട്രോളുകളുടെയും പരിഹാസങ്ങളുടെയും ഒരാളെ ഇടിച്ചു താഴ്ക്കലുകളുടെയും ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഓൺലൈനിൽ കുറെ ആളുകൾ കാണുമായിരിക്കാം, കുറെ കമന്റുകൾ വരുമായിരിക്കാം, പക്ഷേ മാധ്യമധർമ്മം എന്നുള്ള ആ ഒരു നൈതികത അവിടെ നഷ്ടപ്പെടുകയാണ്, അവിടെ ഇല്ലാതാവുകയാണ്. മാപ്രകൾ കാണിക്കുന്ന കോപ്രായങ്ങളായി അത് മാറുകയാണ് ചെയ്യുന്നത് എന്ന് മറ്റു മാധ്യമങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. മംഗളം ഏതായാലും വളരെ പക്വമായി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു, കാര്യങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു.
രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നതും പ്രധാനമന്ത്രി തോളിൽ തട്ടിയതും ഒക്കെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ വാർത്ത നൽകുകയും ചെയ്തു. അതാണ് ഡോക്ടർ ഭാർഗവറാം ഈ ഒരു പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചത്. മാധ്യമ ധർമ്മത്തിന്റെ മറ്റൊരു മുഖമായി മംഗളം എന്ന മാധ്യമം മാറിയിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഡോക്ടർ ഭാർഗവറാം ഈ ഒരു പോസ്റ്റിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.